നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഓവർസിയർ പ്രദീപ്, ഏറ്റവും പ്രിയമുള്ള കാവേരി കുടുംബശ്രീയുടെ കാവേരി സബ് ഗ്രൂപ്പിന്റെ അംഗങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ മാനൂര് വാർഡിന്റെ 5ാമത്തെ വർക്ക്ഷെഡാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. 6ാമത്തൊന്ന് ടെൻഡർ ആയിട്ടുണ്ട് സാവുത്രയുടെ വീട്ടിന്റെ അവിടെ. അത് ഇനിയിപ്പോൾ ഉടൻ തന്നെ പണികൾ ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ വർക്ക്ഷെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയും അതിലൂടെ ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കുള്ള ഉപജീവന മാർഗം നടത്തുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വർക്ക്ഷെഡുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നതിനും വളരെ മനോഹരമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടെ ഇതിനുണ്ടാകണം. അവരുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഇവിടെ മെയിനായിട്ട് തയ്യൽ യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഡ്രസ്സുകൾ തയ്ക്കുന്ന ആള് ദീപ ഫാഷൻ ഡിസൈനിങ് എല്ലാം പഠിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ പെരിങ്ങോട്ടുള്ള ബ്ലോക്കിന്റെ കീഴിൽ പോയി ഫാഷൻ ഡിസൈനിങ് എല്ലാം പഠിച്ചു നന്നായി ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി 1-2 മിഷൻ കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാനമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ്, ഏറെ പ്രിയങ്കനായ തൊഴിലുറപ്പിന്റെ ഓവർസിയർ പ്രദീപ്, ഇന്ന് ഈ സംരംഭത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ട 5 കുടുംബശ്രീ അംഗങ്ങൾ, മറ്റു പ്രിയമുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഇവിടെ ഒരു പുതിയ സംരംഭത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ച് ആ നടപടി ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഇതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ഒരു നൈറ്റിയുടെ വില ഒരു പക്ഷേ ഇവിടെ 250 രൂപയാണെങ്കിൽ വെള്ളടയിൽ അത് 200 രൂപയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞാൽ ഇവിടെ നിന്ന് ആട്ടോറിക്ഷ പിടിച്ച് വെള്ളടയിൽ പോയി ആ സാധനം വാങ്ങുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. അതായത് എവിടെ 10 രൂപ കുറയുന്നു എന്നുള്ളതാണ്. 10 രൂപ കുറയുന്നതുമായി ബന്ധപ്പെട്ട് ആ 10 രൂപ കുറവ് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ 50 രൂപ ചിലവാക്കുന്ന കാര്യം നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ മുറ്റത്തെ ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ മാത്രമേ ഈ സംരംഭം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാപനത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ പിള്ളേർക്കും നമുക്കും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്, നിത്യോപയോഗ സാധനങ്ങളാണ്. തീർച്ചയായിട്ടും ആ സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഇവിടെ ആരംഭിച്ച ഈ സംരംഭം വൻപിച്ച വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സംരംഭം ഇതിനു മുമ്പായിട്ട് ഉള്ള ഗ്രാമപഞ്ചായത്ത് 23 വാർഡുകളുണ്ട്. 23 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വർക്ക്ഷെഡുകൾ ചെയ്ത വാർഡ് ഒരുപക്ഷെ മാനൂർ വാർഡാണ്. ഞാൻ 5 വർഷക്കാലമായി എല്ലാവരോടും വർക്ക്ഷെഡ് പണിയണം നിർബന്ധപൂർവ്വം പറഞ്ഞിട്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഒരു വർക്ക്ഷെഡ് ഇപ്പം നമ്മുടെ വാർഡിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരാൾ തുടങ്ങുമ്പോഴാണ് മറ്റുള്ള ആളുകൾ അത് പ്രചോദനമാകുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ 6 എണ്ണമായി. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെയുള്ളത് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതൊരു മാതൃകയാക്കി എടുക്കണമെന്ന് പ്രസിഡന്റ് ഈ 5 വർഷത്തിൽ തുടക്കം മുതലേ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ മാതൃകയാക്കി എടുത്തൊരു വാർഡ് എനിക്ക് തോന്നുന്നത് മാനൂർ വാർഡ് മാത്രമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവസാന ഘട്ടമായപ്പോൾ ആറാട്ടുഴി വാർഡിൽ ഒരു 3 വർക്ക്ഷെഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാ വാർഡിലും ഇതുപോലെ വന്നിരുന്നുവെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള സംരംഭങ്ങൾ വരും. അപ്പോൾ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിപ്പോൾ സമയലാഭം, സാമ്പത്തിക ലാഭം ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സംരംഭകർക്ക് വരുമാന മാർഗവുമായി അവർക്കും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇത് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളും ഇത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വളർച്ച കൂടും, അത് വലിയൊരു സാമ്പത്തിക നേട്ടത്തിലേക്ക് വരും. അപ്പോൾ വേറൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവിധ ആശംസകളും ഈ സംരംഭകർക്കും നല്ല രീതിയിൽ വിജയിക്കട്ടെ. സാമ്പത്തികമായി മുന്നേറാൻ, അവരുടെ ഭാവി സുരക്ഷിതമാവാൻ ഇത് സഹായമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി പറയുന്നതിന് സിമുലേഷൻ എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് അതിഥികളായി എത്തിയിരിക്കുന്ന വിശിഷ്ട അംഗങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നന്ദി അർപ്പിക്കേണ്ടത്
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും നല്ലൊരു പ്രസംഗവും കാഴ്ചവെക്കുകയും ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്നെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ മാനൂർ വാർഡിലെ മെമ്പറിനാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്തിനെത്തുക, അതിനുപരിയായി നമ്മുടെ ഈ വർക്ക്ഷോപ്പിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നേതൃത്വങ്ങളും നൽകി തക്ക സമയത്ത് നമ്മളോടൊപ്പം ആയിരിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ മാനൂർ വാർഡ് മെമ്പറിന് എൻ്റെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന് ഓഫീസറായിരിക്കുന്ന വിശിഷ്ട വ്യക്തിക്കും തക്ക സമയത്ത് നമ്മളോടൊപ്പം ആയിരിക്കുകയും നമുക്ക് നല്ലൊരു ആശംസ നൽകുകയും ചെയ്ത നമ്മുടെ ഓഫീസറിന് എൻ്റെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് എനിക്ക് നന്ദി, നമസ്കാരം.